ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്നേക് രാജി. എൻ്റെ സ്വന്തം അനുഭവത്തിൽ പറയുന്നു, ഏറ്റവും മോശം ടൂർ പാക്കേജ് ട്രിവാൻഡ്രം ബെൽഹെവൻ ഹോളിഡേയ്സിൻ്റെ കീഴിൽ സ്ട്രേഞ്ചേഴ്സും ടീച്ചേഴ്സുമായ 2 ലേഡീസും ഞാനും കൂടി ഒരു മലേഷ്യൻ ട്രിപ്പ് പോയിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് കൂടിയായ മലേഷ്യൻ ട്രിപ്പിൽ തീർത്തും ഞാൻ ഒറ്റപ്പെട്ടു പോയെങ്കിലും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സോളോ ട്രിപ്പിന് തുടക്കം കുറിക്കാൻ എനിക്ക് സാധിച്ചു. മലേഷ്യയിലെ കോലാലംപൂർ സിറ്റിയിലൂടെ രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയാലും മലയാളീസ് ഇല്ലാത്ത രാജ്യങ്ങളില്ല അല്ലേ? അതുപോലെ മലേഷ്യയിലും ഞാൻ ഒരുപാട് മലയാളീസിനെ പരിചയപ്പെട്ടു. അക്കൂട്ടത്തിൽ ഫുഡ് കഴിക്കാൻ പോയതും ഒരു മലയാളിയുടെ കടയാണ്. മലയാളി എന്ന് പറയാൻ പറ്റില്ല, ഒരു തമിഴ്നാട് സ്വദേശി, ഒരു അണ്ണാച്ചിയുടെ ഹോട്ടലിലാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയത്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അറിയാമോ? ഓക്കെ, കടയിൽ അതെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ കടയിൽ ഒരു ബ്രദറിനെ കണ്ടു. അപ്പോൾ ഞാൻ മെനഞ്ഞാന്ന് കണ്ട് പരിചയപ്പെട്ടതാണ്. ഇന്നലെ ചെന്നപ്പോഴൊന്നും കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ മിണ്ടി. അവർക്ക് ഓർമ്മയുണ്ട് കേട്ടോ. നല്ല ആൾക്കാർ നമുക്ക് സേഫാണ്, ശരിക്കും സേഫാണ്. പിന്നെന്താ പറഞ്ഞിട്ട് യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യണതിൻ്റെ ഒരു രുചി ഇന്ന് വേറെ തന്നെയാണ്. ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. നമക് ബിസ്ട്രോ എന്ന് പറയുന്ന ഈ കടയിലാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. നല്ല ഫുഡാണ്. ഇത് തമിഴ്നാട് ബാച്ചാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻസിന് ഒരു പ്രത്യേക കൺസിഡറുണ്ട്. കോലാലംപൂർ സിറ്റിയിലെ മെട്രോപൊഡു ഉഡുപ് ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് മജിദ് ബിസ്ട്രോ എന്ന ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. മലേഷ്യയിലേക്ക് പോകുന്ന മലയാളീസിനോട് എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാധാരണക്കാരായ മലയാളീസിന് താങ്ങാനാവാത്ത ഒന്നാണ് മലേഷ്യയിലെ ഫുഡിൻ്റെ റേറ്റ്. നിസ്സാര 1/2 ലിറ്റർ കുടിവെള്ളത്തിന് അല്ലെങ്കിൽ മിനറൽ വാട്ടറിന് പോലും 80 മുതൽ 100, 150 വരെ റേറ്റ് വരുന്നുണ്ട്. മാത്രവുമല്ല, മലേഷ്യയിലെ ഏത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയാലും ടേബിളിൽ നമുക്ക് കുടിക്കാൻ തരുന്ന വെള്ളത്തിന് പോലും ഒരു ഗ്ലാസ്സിന് 10 രൂപ വെച്ച് അവർ ഈടാക്കുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഹോട്ടൽ എത്രയോ നമുക്ക് സഹായകമാണ്. അമിതമായ റേറ്റ് ഈടാക്കാതെ നല്ല സ്വാദിഷ്ടമായ ഫുഡ് കഴിക്കുവാനും സൗജന്യമായി കുടിവെള്ളം ശേഖരിച്ച് വയ്ക്കുവാനും ഈ ഹോട്ടലിൽ നിന്നും കഴിയുന്നതാണ്. ഞാൻ അന്നേ ദിവസം രാത്രി ഒരുപാട് വൈകിയാണ് ഫുഡ് കഴിക്കാനായിട്ട് ആ ഹോട്ടലിലെത്തിയത്. അപ്പോഴേക്കും ഏകദേശം ഫുഡ് ഐറ്റംസ് ഒക്കെ ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരുന്നു. ഉള്ളത് നമുക്ക് പരിചയപ്പെടാം, ഒപ്പം അവിടുത്തെ കട ഉടമയും പരിചയപ്പെടാം. ഓണറാണ്. ഓക്കെ, കുഴപ്പമില്ല. എൻ്റെ പേര് മജിദ് ബിസ്ട്രോ. എൻ്റെ പേര് മജിദ്. ഈ സ്ഥലം മലേഷ്യയാണ്. കേരളാണ്. കോലാലംപൂർ. ഞാൻ പറഞ്ഞ കേരളം പറഞ്ഞ കോലാലംപൂർ ഉഡുപ് ബസാർ മെട്രോപൊഡു. മെട്രോപൊഡു IPS ഹോട്ടലാണ്. ഹോട്ടൽ IPS നിങ്ങൾ താമസിക്കുന്നില്ല ആ ഹോട്ടലിന് ഹോട്ടൽ IPS മെട്രോപൊഡു. ഫുഡും കഴിച്ചിട്ട് അങ്ങനെ സിറ്റിയിലൂടെ അങ്ങനെ നടക്കണം കോലാലംപൂർ. പിന്നെ ഇത് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിൽ ഇതുപോലെ ഒറ്റയ്ക്ക് രാത്രിയിൽ നടക്കാൻ പെണ്ണുങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് ഇത് എത്ര രാത്രി വേണമെങ്കിലും പുറത്തിറങ്ങി നടക്കാം, വേറെ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ എന്താ പറയട്ടെ, പക്ഷേ ഈ സിറ്റിയെ പറ്റി പറയണമെങ്കിൽ വളരെ ക്ലീൻ ആൻഡ് ബ്യൂട്ടി എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ക്ലീൻ. ഒരു മുട്ടായി കവർ പോലും ഈ റോഡ് സൈഡിലൊന്നും ഇല്ലെന്നാണ്. അത്രയ്ക്ക് നല്ല നീറ്റ് സിറ്റിയാണ്.